ഹലോ, കുറേ നാളായിട്ടൊരു വ്ളോഗ് എടുത്തിട്ട്, അതുകൊണ്ട് നല്ലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇതിപ്പോൾ എത്രാമത്തെ ഒരു ടേക്ക് ആണെന്നൊന്നും തന്നെ എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് വ്ളോഗ് എടുത്തത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അത് കഴിഞ്ഞ് ഒരു വ്ളോഗ് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഷോർട്സ് മാത്രമായിരുന്നു ഇട്ടുകൊണ്ട് ഒരുമിച്ചത്. ഇപ്പോൾ ഷോർട്സിനും കുറച്ച് നാളായിട്ടൊരു ബ്രേക്ക് വന്നായിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസസ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന്. എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറുമല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ് കാണിക്കാമെന്ന് വെച്ചിട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും ഉള്ളതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽഡ് വിത്ത് ബിബി. പ്രത്യേകിച്ച് ആക്ച്വലി നമുക്കിന്ന് വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടിട്ട് നമുക്കിനി ആ തുണിയൊക്കെ പോയി എടുക്കണം. പതിയെ എല്ലാ തുണികളും ഞാൻ പതിയെ പെറുക്കിയെടുത്തിട്ട് വേഗം ഇറങ്ങാൻ നോക്കട്ടോ. ഇതാണ് നമ്മുടെ അമരാവതി പള്ളി. ഫോർട്ട് കൊച്ചിയിലുള്ള പള്ളിയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ പള്ളി. തുണിയൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങി വന്നു, നല്ല വെയിലുള്ളത് കൊണ്ട്. വന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. നല്ല ചൂടാണ് ഇപ്പം, ഭയങ്കര ചൂടാണ് കേട്ടോ. അതാണ്ടാ കുറച്ച് നേരം പുറത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം ഞാൻ വേർത്ത്. പിന്നെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ആ ഒരു സീരീസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മടി വീണ്ടും കൂടി. മടി കൂടിക്കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുരുക്കൾ വരാൻ തുടങ്ങി കേട്ടോ. ആ സാധനം യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഭയങ്കര ചേഞ്ച് ഉണ്ടായിരുന്നു. കുരുക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആ സീരീസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ പോയി കാണണം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. വൈകുന്നേരം കഴിക്കാനായിട്ടുള്ളത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പായ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ആ പപ്പായ കുറച്ച് ചെത്തി അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടോ. ടൈം ഒരു 5:45 ആയിട്ടുണ്ടാകും. ഈ ഒരു ടൈമിന് ഞാനിപ്പോൾ ഡിന്നർ കഴിക്കും. അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പതിയെ നടക്കാൻ പോകും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയേക്കുന്ന ഒരു ശീലം അതാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഈ ടൈമിനൊക്കെ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കത്തില്ല കേട്ടോ. പിന്നെ നടക്കാൻ പോയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രീൻ ടീ കുടിക്കും, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് കാണാം. ഫുഡും കഴിച്ച് കഴിഞ്ഞ് ഫോണും നോക്കിയിരുന്നപ്പോൾ തന്നെ ഏകദേശം അങ്ങോട്ട് സമയം പോയിട്ടോ. ബാക്കി വീഡിയോ എടുക്കാനും ഞാൻ പറഞ്ഞു. പെട്ടെന്ന് പിന്നെ ഓർത്താ അയ്യോ എനിക്ക് നടക്കാൻ പോകണമല്ലോ എന്നുള്ളൊരു ചിന്ത തോന്നുന്നു. സത്യം പറഞ്ഞൊരു കുട്ടി മടി എനിക്ക് അന്നുണ്ടായിരുന്നു. ആ മടി ഉണ്ടാവാൻ കാരണം എനിക്ക് തോന്നുന്നു തലേദിവസം എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് സെക്കൻഡ് ഡേ ആണ്, ചിലപ്പോൾ അതിൻ്റെതായിരിക്കും മടി. നോർമലി ഞാനൊരു 5-6 കിലോമീറ്റർ നടക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഇന്ന് ഞാൻ നല്ല ലേറ്റാണ്. ഓൾമോസ്റ്റ് ഞാൻ കുറച്ച് നേരത്തെ പോകാറുണ്ട്. ഇപ്പം ഇന്നെന്തോ ഭയങ്കര ലേറ്റായിപ്പോയി. ഇപ്പോൾ ഇന്നലത്തെ മടി കാരണം മടിക്കും. ഇന്നലെ നല്ല മടിയായിരുന്നു. എന്തായാലും കുറച്ച് ദൂരം നടക്കുമ്പോൾ ഒത്തിരി റൗണ്ടൊന്നുമില്ല. ലേറ്റായെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ സ്ലോ ആക്കണ പരിപാടികളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഷൂ കിട്ടാനൊക്കെ എനിക്ക് എന്തോ ഒരു സമയം വേണ്ടി നിന്നോ. അത് കഴിഞ്ഞ് കണ്ണാടി നോക്കി നിന്ന്. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്ക് ഓൾമോസ്റ്റ് ഇരുട്ടായി. പള്ളിയിലെ കുർബാനയും തീരാറായി. പിന്നെ ഞാൻ പതിയെ അങ്ങ് നടന്നു തുടങ്ങി കേട്ടോ. ഞാൻ നടക്കാൻ പോകുന്നത് നമ്മുടെ വെള്ളി ഗ്രൗണ്ടിലാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഈ നേരത്തൊക്കെ നടക്കും. ഈ നേരത്തെന്നല്ല, അവിടെ പാതിരാത്രിയായാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നടക്കാൻ. ഞാൻ പിന്നെ വീഡിയോസൊന്നും അധികം എടുത്തില്ല, കാരണം ഒരുപാട് ആൾക്കാരുള്ളതല്ലേ. പിന്നെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ. നടന്ന് ഒരു ആവേശത്തിന് ഞാൻ ഒരു 5.5 കിലോമീറ്റർ നടന്നിട്ടോ. നടന്നു കഴിഞ്ഞതേന്ന് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലെത്തി. ഞാൻ സക്സസ്ഫുള്ളി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഹലോ, നടത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി ഒന്ന് പോയി മേലൊക്കെ കഴുകി കുറച്ചേരം ഫോണൊക്കെ നോക്കി എന്നിട്ട് പയ്യെ കിടക്കത്തുള്ളൂ ഞാൻ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ്. ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി ഞാൻ വേറെയും കുറെ വ്ളോഗ്സ് ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.